വാഹനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പരിശോധിക്കും. കാരണം വാഹനം നമുക്ക് ഒരു സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ കോക്ക്പിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. കോക്ക്പിറ്റിൽ എന്ന് പറഞ്ഞു ഡോർ തുറന്നകത്ത് പ്രവേശിച്ചത് മുതൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ്. നമ്മൾ കുറേ കാര്യം അറേഞ്ച് ചെയ്യുകയാണ്. ഒന്ന് ആദ്യം എല്ലാ ഡോറുകളും അടഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നമുക്ക് ക്ലസ്റ്റർ നോക്കി മനസ്സിലാക്കാം. ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് മിററിൽ കൂടെ നോക്കിയാൽ റിസോർട്ടായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഡോറെല്ലാം അടച്ചു. കാരണം ഒരു വാഹനത്തിനകത്ത് കഴിഞ്ഞാൽ ഡോറ് അടഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ഡ്രൈവറുടെയാണ്. നമ്മൾ നേരെ ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിരിക്കുന്ന സീറ്റാണ്. എ ഗുഡ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ഫ്രം ഗുഡ് സീറ്റിംഗ്. നമുക്ക് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സുരക്ഷിതമായിട്ട് വണ്ടി കഴിയുള്ളൂ. അപ്പോൾ ആദ്യം സീറ്റിൻ്റെ 3 ഘട്ടമുണ്ട്. ഒന്ന് ബേസ്, നമ്മളിരിക്കുന്ന ബേസ്. അതെന്താണ്? നമ്മൾ നേരെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഹൈറ്റ് കൂട്ടാം, കുറയ്ക്കാം, മുന്നോട്ട് പോക്കാം, ബാക്കിലേക്ക് വലിക്കാം, അത് ചെയ്യാം. നമ്മൾ എന്താണ് ക്ലച്ച് ചവിട്ടി പിടിച്ചെന്താണ് ഈ സീറ്റ് നമുക്ക് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ കൺഫേമായിട്ട് വണ്ടി ഓടിക്കാൻ രീതിയിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്? ചവിട്ടി പിടിച്ച് അഡ്ജസ്റ്റ് നമ്മളെ ഈ ഇരിക്കുന്ന സീറ്റിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ക്ലച്ച് പെടലാണ്. കൂടുതൽ സ്റ്റേയും പെടുന്നതാണ് ക്ലച്ച് ചവിട്ടുമ്പോഴാണ്. വണ്ടി വെമ്പർ ട്രാഫിക്കിലോ ഒക്കെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ സ്റ്റേയും ക്ലച്ച് നമ്മുടെ ഇടത് കാലിന് വരും. അപ്പോൾ ക്ലച്ച് ചവിട്ടി പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ സീറ്റിൻ്റെ ബേസ് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തെന്താണ്? ബാക്ക് റെസ്റ്റ്. അതായത് നമ്മളെന്താണ് സ്റ്റിയറിങ്ങിന് മുകളിൽ കൈ ഇങ്ങനെ ഇടുക. അപ്പോൾ നമ്മുടെ ബാക്ക് എന്താണ് കറക്റ്റ് ഈ ലെവലായിട്ട് മുട്ട നിൽക്കും. അപ്പോൾ എന്താ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് നേരെ ഇത് റിക്ലൈനർ ലിവർ വെച്ച് നേരെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിനടുത്ത് എന്താണ്? ഹെഡ് റെസ്ട്രെയിൻറ്റ്. അതായത് നമുക്കെന്താണ് ഈ വാഹനത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കെന്താണ് നമ്മുടെ വിപ്ലാഷ് ഇഞ്ചുറി തടയാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ സാധനം. ഇത് ഹെഡ് റെസ്ട്രെയിൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഹെഡ് റെസ്റ്റ് എന്നല്ല, ഹെഡ് റെസ്ട്രെയിൻറ്റ്. നമ്മുടെ മുന്നോട്ട് പോയിട്ടുള്ള പിന്നിലേക്കുള്ള ചലനം തടയാൻ വേണ്ടിയുള്ള വസ്തുവാണ് ഇത്. അപ്പോൾ അതെന്താണ് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെവിയുടെ മധ്യത്തിലേക്കണം ഇതിൻ്റെ സ്ഥാനം. ഓക്കെ. അടുത്ത് എന്താണ്? അപ്പം സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കറിയാം ചില വണ്ടികളിലൊക്കെ എന്താ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ഉണ്ട്. അത് നമുക്ക് എന്താണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില വണ്ടിക്കൊന്നും കാണുന്നില്ല. പക്ഷേ എല്ലാം മിക്കവാറും പുതിയ വണ്ടിക്കൊക്കെ എന്താണ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് സ്റ്റിയറിംഗ് ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ മിറർ എന്താണ് കോൺവെക്സ് മിററാണ്. ഈ 2 സൈഡിലേക്ക് മിറർ കോൺവെക്സ് മിററാണ്. എന്നാ അതിന് പ്രത്യേകത? അത് വളരെ അടുത്തായിരിക്കും കാണുന്നത്, പക്ഷേ അകലെ ആയിരിക്കും. അങ്ങനെയാണോ? അല്ല. അപ്പോൾ നമ്മൾ മിററിൽ കാണുന്ന വസ്തു അകലെയായിട്ട് കാണും. അതല്ലേ? അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 15% നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് കാണണം. നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയുടെ സാധനം ഈ നമ്മുടെ മിററിൽ 15% കാണണം. ബാക്കി 80% എന്താണ് ഭൂമിയും നമുക്ക് റോഡും അതിൻ്റെ മുകളിലേക്ക് ഭാഗം നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ഹൊറൈസോ എന്ന് പറയും. നമുക്ക് ഈ ഭാഗം എന്താണ് അങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ലെഫ്റ്റ് സൈഡ് മിററും എന്താണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. അതിന് എന്താണ് നമുക്ക് റിയർ വ്യൂ മിറർ അല്ലേ? എന്താ പ്രത്യേകത? 4 പില്ലറും കാണത്തക്ക ഇതിൻ്റെ ഫ്ലാറ്റ് മിററാണ്. അപ്പോൾ യഥാർത്ഥ ദൃശ്യം നമുക്ക് കിട്ടുന്നത് ഇതിനകത്തായിരിക്കും. ഇത് നേരെ എന്ത് ചെയ്തു? ഇത് നേരെ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്താണ് സീറ്റ് ബെൽറ്റ്. അല്ല നമുക്ക് സീറ്റ് ബെൽറ്റ് എന്താണ് നേരെ ഇടുക. ഇതാണ് ഇത് ELR എമർജൻസി ലോക്ക് റിട്രാക്ടറാണ്. നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളൊരു വസ്തുവാണ് സീറ്റ് ബെൽറ്റ്. നമ്മൾ എന്താണ് നിർബന്ധമായും ധരിക്കണം. അതായത് ഇങ്ങനെയാണ് ലോക്ക് ആകുന്നത്. അപ്പോൾ എമർജൻസി ലോക്ക് റിട്രാക്ടർ എന്ന് പറയും. എമർജൻസി ആയിട്ട് ലോക്കായി നമ്മളെ പുറകോട്ട് വലിച്ചു നിർത്തും. ഇപ്പോൾ നമുക്കറിയാം ഒരു വണ്ടി 60 കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ ആ വാഹനത്തിരിക്കുന്ന ആളും 60 കിലോമീറ്റർ സ്പീഡിലേക്ക് സഞ്ചരിക്കുക അല്ലേ? അപ്പോൾ എന്താണ് ഈ വണ്ടി പെട്ടെന്ന് എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ പിടിച്ചെടുത്തൊന്നുമില്ല. വണ്ടി നിന്നു, പക്ഷെ നമ്മളെ പിടിച്ചെടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ച് നിൽക്കും, അല്ലെങ്കിൽ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ എടുത്ത് അടിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആ അപകടകരമായ മൂവ്മെൻറ്റ് തടയാൻ വേണ്ടിയാണ് എന്താണ് ഈ സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നിർബന്ധം ധരിക്കുക, നേരെ ക്ലിപ്പ് ചെയ്യുക, ചുളുങ്ങാൻ പാടില്ല, നമ്മുടെ ഹിപ്പിൻ്റെ സൈഡിൽ കൂടെ സാധനം ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കോക്ക്പിറ്റിൽ കഴിഞ്ഞു. അതായത് ഡോർ തുറന്നകത്ത് പ്രവേശിച്ചത് മുതൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. അപ്പോൾ ഈ കോക്ക്പിറ്റിൽ കഴിയുമ്പോഴത്തേനും എന്താണ് ഒരു ഡ്രൈവർ സുരക്ഷിതമായും കാര്യക്ഷമമായും വാഹനം ഓടിക്കാൻ സജ്ജനാകും. ഓക്കെ. നമുക്ക് റിവേഴ്സ് ട്രെയിനിങ് ഉണ്ടാവും. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാഹനം പുറകോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് പ്രധാന റോഡിലേക്ക് റിവേഴ്സ് എടുക്കാൻ പാടില്ല, 1 വേയിൽ ഓപ്പോസിറ്റ് റിവേഴ്സ് കയറി പോകാൻ പാടില്ല, അങ്ങനെ കുറേ നിയമമുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിക്കാൻ വേണ്ടി മാത്രമാണ് റിവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്ലച്ച് കൺട്രോൾ, ദെൻ സ്റ്റിയറിംഗ് കൺട്രോൾ, ദെൻ മിറർ ഒബ്സർവേഷൻ, ജഡ്ജ്മെൻറ്റ്, ആക്യുറസി, കൃത്യത. അതായത് ക്ലച്ച് കൺട്രോളിലുള്ള ചലനവും
സ്റ്റിയറിംഗ് കൺട്രോളിലൂടെ ദിശയും, മിറർ ഒബ്സർവേഷനിലൂടെ നമ്മുടെ വിഷനും, ജഡ്ജ്മെൻറ്റിലൂടെ നമ്മൾ എവിടെ എത്തുമ്പോൾ തിരിക്കണം, എത്രമാത്രം തിരിക്കണം എന്നുള്ള ജഡ്ജ്മെൻറ്റിലൂടെയും, ആക്യുറസി കൃത്യത എത്രമാത്രം തിരിക്കണം എന്നുള്ളത് ഈ ആക്യുറസി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ റിവേഴ്സ് മൂവിങ് പൂർത്തിയാകുന്നത്. ഓക്കെ, മൂവിങ് ഓഫ് എന്ന് പറയും. മൂവിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം വണ്ടി ചലിച്ചു തുടങ്ങുന്നതിനുള്ള ടെക്നിക്കൽ വേർഡാണ് മൂവിങ് ഓഫ്. നമ്മൾ ടേക്ക് ഓഫ് ആയിട്ടല്ലേ, എന്താണ് ഫ്ലൈറ്റ് പോകുന്ന ടേക്ക് ഓഫ് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ കാറ് വണ്ടി നിർത്തിയിടത്ത് നിന്നും മൂവ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ വേർഡാണ് മൂവിങ് ഓഫ്. നമുക്ക് 3 ഒരു രീതിയിലാണ്, അതായത് 3 സ്റ്റേജിലാണ് ഒരു വണ്ടി മൂവ് ചെയ്യുന്നത്. 1 പ്രിപ്പറേഷൻ, 2 ഒബ്സർവേഷൻ, ദെൻ മൂവ്. ചുരുക്കത്തിൽ പോം എന്ന് പറയും. പോം മെത്തേഡ്, പ്രിപ്പറേഷൻ, ഒബ്സർവേഷൻ, മൂവ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാഹനം പോകാൻ സജ്ജനാക്കുക അല്ലെങ്കിൽ സജ്ജമാവുക. എന്താണ്, നമ്മൾ ക്ലച്ച് ഔട്ട് ന്യൂട്രലാക്കി ക്ലച്ച് ഔട്ട് തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് കൊണ്ടുവരും. എന്താ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട സാധനം ക്ലച്ച് പതുക്കെ കാലയക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ വണ്ടി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇതാണ് ബൈറ്റിംഗ് പോയിന്റ്. ഇത്രയും വരെ പ്രിപ്പറേഷനാണ്. ക്ലച്ച്, ന്യൂട്രൽ, സ്റ്റാർട്ട്, ഫസ്റ്റ് ഗിയർ, ബൈറ്റിംഗ് പോയിന്റ്. ഇത് പ്രിപ്പറേഷനാണ്. ദെൻ അടുത്ത ഒബ്സർവേഷനാണ്. നമുക്ക് മൂവ് ചെയ്യാൻ അനുയോജ്യമായ സാഹചര്യമാണെന്നുള്ള പരിശോധനയാണ്. അത് 6 പോയിൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്. അതിന് പറഞ്ഞാൽ 6 പോയിൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയും, 360 ഡിഗ്രി ഒബ്സർവേഷൻ എന്ന് പറയും, ഓൾ എറൗണ്ട് ഒബ്സർവേഷൻ എന്ന് പറയും. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യും. നമുക്ക് ലെഫ്റ്റ് മിററിലൂടെ കാണാൻ സാധിക്കാത്ത ഏരിയയാണ് ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്. ദെൻ ലെഫ്റ്റ് മിറർ എന്താണ്, സ്ട്രെയിറ്റ് നേരെ സെൻട്രൽ മിറർ നോക്കും. ദെൻ സൈഡ് മിറർ നോക്കും. ദെൻ റൈറ്റ് സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്ത ശേഷം എന്താണ്, നമ്മൾ സിഗ്നൽ കൊടുക്കുന്നു. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു വാഹനം സേഫായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റോഡിലേക്ക് പ്രവേശിക്കുന്ന മൂലം പുറകിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വരുന്നതായ ഒരു വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനോ ആ വാഹനം നിർത്താനോ ദിശ മാറാനോ പാടില്ല. ആര് കാരണം? നമ്മൾ കാരണം. അതായത് നമ്മൾ റോഡിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വരുന്നതായ ഒരു വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനോ ആ വാഹനം ദിശ മാറാനോ ആ വാഹനം നിർത്താനോ പാടില്ല. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോകണേ. ഫസ്റ്റ് ഗിയർ എന്താണ്, ഫസ്റ്റ് ഗിയർ ഇട്ടു, ബൈറ്റിംഗ് പോയിന്റ് കൂട്ടുന്നു. ദെൻ ഒബ്സർവേഷൻ, 6 പോയിന്റ് ഒബ്സർവേഷൻ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് മിറർ, സ്ട്രേറ്റ്, സെൻട്രൽ മിറർ, റൈറ്റ് സൈഡ് മിറർ നോക്കി റൈറ്റ് സിഗ്നൽ കൊടുത്തു. നമ്മൾ എന്താണ് ദെൻ മൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മൂവിങ് ഓഫ് എന്ന് പറയുന്നത്.